ചാനലിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ബാങ്ക് നിങ്ങളെ നിർബന്ധിക്കുന്നുണ്ടോ? കാരണം ഇതാണ്. എന്തുകൊണ്ടായിരിക്കും ബാങ്കിൽ നിന്ന് നിരന്തരമായി ക്രെഡിറ്റ് കാർഡ് എടുക്കൂ എന്ന് പറഞ്ഞ ഫോൺ കോളുകൾ നിങ്ങൾക്ക് വരുന്നത്? അതേപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മാളുകളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായി നിങ്ങൾക്കരികിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുമല്ലെങ്കിൽ ഫോൺ കോളുകൾ വഴിയോ ഇമെയിലുകൾ വഴിയോ നിരന്തരമായി ബാങ്കിൽ നിങ്ങളെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ ബാങ്കുകൾ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നത്? അതിലൂടെ എന്താണ് ബാങ്കുകൾക്ക് നേട്ടം? ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നിങ്ങളെ ബാങ്ക് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഉപഭോക്താക്കളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന പലിശയാണ്. കൃത്യസമയത്ത് എടുത്ത പണം തിരിച്ചടയ്ക്കാനാവില്ലെങ്കിൽ ബാങ്ക് പലിശ ഈടാക്കും. അത് വളരെ ഉയർന്നതുമായിരിക്കും. ഇതാണ് ക്രെഡിറ്റ് കാർഡുകളെ ഒരു അപരമായ ബിസിനസ്സായി ബാങ്കുകൾ കാണുന്നതിനുള്ള പ്രധാന കാരണം. ബാങ്കുകൾക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാന ലാഭം ഇടപാടുകളിൽ നിന്നുള്ള വരുമാനമാണ്. നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴോ ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുമ്പോഴോ ബാങ്ക് വ്യാപാരിയിൽ നിന്ന് ചെറിയൊരു ഫീസ് ഈടാക്കും. ഓരോ ദിവസവും നടക്കുന്ന ഇടപാടുകളിലൂടെ ബാങ്കുകൾക്ക് വൻ ലാഭമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഉപഭോക്താക്കളുമായി ദീർഘകാല ബന്ധം സ്ഥാപിക്കാനും ഈ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിലൂടെ ബാങ്കുകൾക്ക് കഴിയുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതേ ബാങ്കിൽ തന്നെ നിക്ഷേപങ്ങളും മറ്റ് ഇടപാടുകളും നടത്താൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ഉപകാരം ചെയ്യുന്നത് പോലെ തോന്നുമെങ്കിലും ഗുണം ബാങ്കുകൾക്ക് തന്നെയാണ്. ബാങ്കുകൾക്ക് അവരുടെ ലാഭം വർദ്ധിക്കാനുള്ള ഒരു ബിസിനസ് തന്ത്രമാണ് ക്രെഡിറ്റ് കാർഡുകൾ. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വളരെ ഉപകാരപ്രദമാണ്. ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ആദ്യം നടക്കട്ടെ, പണം പിന്നീട് നൽകിയാൽ മതി എന്നാണല്ലോ ക്രെഡിറ്റ് കാർഡിൻ്റെ ഗുണമായി കണക്കാക്കുന്നത്. പക്ഷേ ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ചും ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ സിബിൽ സ്കോർ വർദ്ധിപ്പിക്കാനാവും. ക്രെഡിറ്റ് സ്കോർ ഉപയോഗിക്കുമ്പോൾ വായ്പാ പരിധിയുടെ 30% കൂടുതൽ പണം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ATM നിന്നും പണം പിൻവലിക്കുന്നത് നിങ്ങളുടെ ചെലവ് വർദ്ധിപ്പിക്കും. ക്രെഡിറ്റ് കാർഡ് ബിൽ ലഭിക്കുമ്പോൾ അതടയ്ക്കാൻ 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്ന് മുഴുവൻ തുകയും അടയ്ക്കാം, 2 ഏറ്റവും കുറഞ്ഞ തുക അടയ്ക്കാം. കയ്യിൽ പണമില്ലെങ്കിൽ പലരും ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ഒഴിവാക്കാൻ ഏറ്റവും കുറഞ്ഞ തുക അടയ്ക്കും. ഇങ്ങനെ കുറഞ്ഞ തുക അടയ്ക്കുന്നതിലൂടെ ബാങ്ക് തുകയ്ക്ക് പലിശ നൽകേണ്ടി വരുമെന്ന് പലരും ശ്രദ്ധിക്കാറില്ല. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ്.